സഭയുടെ പണിയേറ്റു. ഷൈനിയുടെയും മക്കളുടെയും മരണം ഇനി ആവിയാകും. അങ്ങനെ സഭയുടെ ആ അറ്റകൈ പ്രയോഗം ഏറ്റു. ഏറ്റുമാനൂർ പാറോലിക്കലിൽ ഷൈനിയും രണ്ട് പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവം 20 ദിവസം പിന്നിടുമ്പോഴേക്കും ഏതാണ്ട് കെട്ടടങ്ങി മട്ടിലായി. മെയിൻ സ്വിച്ച് ഓഫാക്കുന്നത് പോലെയാണ് പൊടുന്നനെ വാർത്തകളെല്ലാം നിലച്ചത്. അതിന് കാരണം സഭയുടെ അധീനതയിലുള്ള ചാനൽ വഴി ഷൈനിയുടെ മരണാനന്തര ചെലവുകൾക്കായി ഷൈനിയുടെ അപ്പൻ പണം കൈപ്പറ്റി എന്ന തരത്തിൽ ഒരു വാർത്ത അവർ നൽകുകയും ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സഭയുടെ തന്നെ ഏജന്റായ ഒരു ബെന്നി ഇതേ കാര്യം മറ്റൊരു യൂട്യൂബ് ചാനലിലൂടെ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. പ്രശ്നങ്ങൾ വഷളാകാതിരിക്കുവാൻ ഷൈനിയുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ കാരിത്താസ് പള്ളിയിൽ അടക്കാതെ ഭർത്തൃവീടായ തൊടുപുഴയിലുള്ള ചുങ്കത്തേക്ക് കൊണ്ടുപോയി അവർ റിസ്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത്. ഇടപാട് നടന്നു എന്ന് വ്യക്തമാണ്. ഷൈനിയുടെ സഹോദരി ഭർത്താവിനെ വരുതിയിലാക്കിയാണ് കാര്യം സാധിച്ചെടുത്തത്. സഭ ചെറിയ ഒരു സാമ്പിൾ ഡോസ് ഇട്ടതോടുകൂടി ഷൈനിയുടെ പിതാവ് കുര്യാക്കോസ് ഇപ്പോൾ സഭയ്ക്കെതിരെ ഒരക്ഷരം പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം മുടങ്ങാതെ ഇപ്പോൾ പള്ളിയിലും പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കോട്ടയത്തിന് ഒരു കോടതി ആവശ്യവുമായി ബന്ധപ്പെട്ട് പോവുകയും അതിനുശേഷം ഞാൻ ഏറ്റുമാനൂരിൽ 101 കവലയിലുള്ള ഷൈനിയുടെ വീട്ടിലും ഷൈനിയും ഷൈനിയുടെ മക്കളും ജീവനൊടുക്കിയ ആ റെയിൽവേ ട്രാക്കിലും പോവുകയുണ്ടായി. ക്യാമറയുമായി ഒന്നുമായിരുന്നില്ല ഞാൻ അന്ന് പോയത്. എന്തോ മനസ്സ് പറഞ്ഞു അവിടെ വരെ ഒന്ന് പോകണമെന്ന്. ഷൈനിയുടെ പിതാവ് കുര്യാക്കോസുമായി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോടൊരു കാര്യം ചോദിച്ചു. ഇപ്രകാരം ഒരു പണം സ്വീകരിച്ചതായി ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ടല്ലോ, എന്താണ് വാസ്തവം എന്ന്. ആ ചോദ്യത്തിന് അദ്ദേഹം പണം വാങ്ങിയെന്നോ പണം വാങ്ങിയില്ലെന്നോ മറുപടി പറഞ്ഞില്ല. ഇപ്പോൾ എനിക്ക് ആ ചോദ്യത്തോട് പ്രതികരിക്കുവാൻ സാധിക്കില്ല. നിങ്ങൾ റെക്കോർഡ് വല്ലതും ചെയ്താൽ അത് പിന്നീട് പ്രശ്നമാകും. ഞാനിപ്പോൾ ഒരു മീഡിയകളെ പോലും എൻ്റെ വീടിനുള്ളിൽ കയറ്റുന്നില്ല എന്നാണ് അദ്ദേഹം മറുപടിയായി പറഞ്ഞത്. അതുപോലെ കഴിഞ്ഞ 26 വർഷമായി അവിടെ താമസം ആരംഭിച്ചിട്ടും ഇതുവരെ ഷൈനിയും മക്കളും ജീവനൊടുക്കിയ ആ റെയിൽവേ ട്രാക്ക് ഭാഗത്തേക്ക് ഇതുവരെ പോയിട്ടില്ല എന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. അതുപോലെ ഞാൻ ഷൈനി ജോലി ചെയ്തിരുന്ന റോസ മിസ്റ്റിക്ക എന്ന സ്ഥാപനവും കണ്ടു. ദൂരെയൊന്നുമല്ല, ഷൈനിയുടെ വീടിൻ്റെ മതിലിൻ്റെ തൊട്ടടുത്ത കെട്ടിടമാണ് ഈ റോസ മിസ്റ്റിക്ക. അവർ 16,000 രൂപ ഷൈനിക്ക് ശമ്പളമായി നൽകിയിരുന്നു എന്ന് പറയുന്നു. ഷൈനിക്ക് ഒരു വണ്ടിക്കൂലി പോലും മുടക്കാതെ കാലെടുത്ത് അപ്പുറത്തേക്ക് വെക്കാവുന്ന ദൂരത്തിലായിരുന്നു ആ സ്ഥാപനം. ഷൈനിയുടെ പിതാവ് കുര്യാക്കോസ് ആ സ്ഥാപനത്തിനെതിരെ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഷൈനിയുടെ ആ ജോലി പോയത് എന്നും അറിയുവാൻ കഴിഞ്ഞു. അപ്പനിങ്ങനെ ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നു. ഷൈനി തന്നെ സ്വയമേ റിസൈൻ ചെയ്യുക ചെയ്തത്. ആ പിതാവ് അപ്രകാരം ചെയ്തുവെങ്കിൽ ഷൈനിയുടെ ചിറകരിയുന്ന പണിയായി പോയി അതെന്ന് പറയാതിരിക്കുവാൻ സാധിക്കില്ല. ഞങ്ങൾ വാർത്ത നൽകിയ കഴിഞ്ഞ ആഴ്ചകളിൽ രാവിലെ ഏതാണ്ട് 4:45 ഞാൻ ഞെട്ടിയെണീൽക്കുമായിരുന്നു. പിന്നീട് ഉറങ്ങുവാനും സാധിക്കുമായിരുന്നില്ല. എത്രയും വേഗം അവിടെ വരെ ഒന്ന് പോകണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ എത്തിയപ്പോൾ ഷൈനിയും മക്കളും വെളുപ്പിന് സഞ്ചരിച്ച ആ പാതയിലൂടെ ഏതാണ്ട് 1 കിലോമീറ്ററോളം ഞാൻ സഞ്ചരിച്ച് ആ പാളത്തിൽ എത്തിയത്. വീടിൻ്റെ മുന്നിലൂടെയുള്ള കൈവഴി അവസാനിക്കുന്ന ഒരു കയ്യാലയുടെ മുകളിൽ നിന്നും നോക്കിയാൽ 1 കിലോമീറ്റർ ദൂരത്തു നിന്നും വരുന്ന ട്രെയിൻ കാണുവാൻ സാധിക്കും. അത്രയും അകലിൽ നിന്ന് പാഞ്ഞു വരുന്ന ട്രെയിനിനെ നോക്കി ഷൈനി എങ്ങനെ തൻ്റെ 2 മക്കളുമായി നിന്നു എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ചങ്ക് തകരുന്നു. എന്തായാലും ഷൈനിയുടെ ഭർത്താവ് നോബി ലൂക്കോസ് കോട്ടയം സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. ഏറ്റുമാനൂർ കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് നോബിയുടെ വീട്ടുകാർ കോട്ടയം ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം നേടുവാനുള്ള തീവ്ര ശ്രമത്തിലാണിപ്പോൾ. കോടതി പോലീസ് റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. അന്വേഷണത്തോട് നോബി സഹകരിച്ചതുകൊണ്ട് ഇനി പോലീസ് ജാമ്യം നൽകരുതെന്ന് പറയുവാനുള്ള സാധ്യതയില്ല. അതുമാത്രമല്ല, ഷൈനിയുടെ വീട്ടുകാർക്ക് യാതൊരു പരാതിയുമില്ല എന്നതാണ് വിചിത്രം. അതുകൊണ്ട് തന്നെ പോലീസ് ആദ്യം ചുമത്തിയ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമാണ് ഇപ്പോഴും നോബിയുടെ പേരിലുള്ളത്. തൊടുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ നോബിയുടെയും നോബിയുടെ അമ്മയുടെയും സഹോദരൻ ബാദരിയുടെയും പേരിൽ ഗാർഹിക പീഡനത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ആ കേസ് ഇപ്പോൾ തൊടുപുഴ JFMC 1 നടന്നു വരികയാണ്. ഇരമക്കളുമൊത്ത് ജീവനൊടുക്കിയത് എന്ന കാര്യം മനസ്സിലാക്കി പോലീസിന് സ്വമേധയാ ഗാർഹിക പീഡന നിരോധന വകുപ്പ് കൂടി ചുമത്തുകയും കുടുംബാംഗങ്ങളെ കൂടി പ്രതിയാക്കാവുന്നതുമാണ്. എന്നാൽ പോലീസ് അത് ചെയ്തില്ല. ഷൈനിയുടെ വീട്ടുകാരോട്ട് പരാതി നൽകിയിട്ടുമില്ല. ഇപ്രകാരമാണ് സ്ഥിതിയെങ്കിൽ ഈ ആഴ്ച അവസാനം തന്നെ നോബിക്ക് ജാമ്യം ലഭിക്കും. 2 പേരുടെയും ഫോൺ കണ്ടെടുത്തെങ്കിലും കാര്യമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞങ്ങൾ ഇന്ന് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അറിയുവാൻ സാധിച്ചത്. എന്തായാലും സഭയുടെ ആ അറ്റകൈ പ്രയോഗം ഫലിച്ചു. കുര്യാക്കോസ് ഇപ്പോൾ വാ തുറക്കുന്നില്ല, ഇനിയോട്ട് വാ തുറക്കുവാനും സാധ്യതയില്ല. ഷൈനിയുടെ പിതാവിൻ്റെ നിലപാട് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഷൈനിയുടെയും മക്കളുടെയും സംസ്കാരം നടത്തിയ ഇടവകപ്പള്ളിയായ തൊടുപുഴ സെയിന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ വിശ്വാസികൾ
കഴിഞ്ഞ ദിവസം രാവിലെ കുർബാനയ്ക്ക് ശേഷം പള്ളിമുറ്റത്ത് പ്ലക്കാർഡുമേന്തി പ്രതിഷേധം നടത്തുകയുണ്ടായി. നോബിയുടെ കുടുംബത്തിൽ ഒരു പാതിരി ഉള്ളത് കൊണ്ട് തന്നെ സഭയുടെ ഭാഗത്തു നിന്നും ഷൈനിക്ക് നീതി ലഭിക്കില്ല എന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ ഇടവക്കാരുടെ രീതിയിൽ, അതായത് ഞങ്ങളുടെ കൂടാരയോഗത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഷൈനി. ഈ മരണം ഷൈനിക്ക് ഉണ്ടായതിൽ ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ ഈ രീതിയിൽ അറിയിക്കുകയാണ്. അതായത് ഇപ്പോൾ അവൾക്ക് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് അവളുടെ ഭർത്താവിന് മേൽ ചുമത്തിയിരിക്കുന്നത്. അതല്ലാതെ ഗാർഹിക പീഡനത്തിന് കേസെടുക്കുക എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഷൈനിയുടെയും മക്കളുടെയും മരണം പെടുമരണങ്ങളുടെ ലിസ്റ്റിൽ ഒരു 3 പേർ കൂടിയായി എന്ന് മാത്രം. ലോഹധാരികൾ ഇളിച്ചുകൊണ്ടേയിരിക്കും, ഷൈനിമാർ മരിച്ചുകൊണ്ടേയിരിക്കും. മുണ്ണക്കുഞ്ഞുങ്ങളുടെ നേർച്ചപ്പണം കൊണ്ടുണ്ടാക്കിയ സമാന്തര റിസർവ് ഫണ്ട് കൊണ്ട് രാജ്യത്തെ സകല നിയമവ്യവസ്ഥകളെയും അവർ വിലക്കെടുക്കും. ഓർക്കുക, അബയെ കൊന്നവർ ഇന്നും ഈ അളിഞ്ഞ സഭയിൽ അച്ഛന്മാരായും കന്യാസ്ത്രീമാരായും കൃത്രിമ കന്യാചർമ്മവും വെച്ച് പിടിപ്പിച്ച് കുർബാന കളിച്ച് നടക്കുകയാണ്. നിന്റെയൊക്കെ കൈക്ക് എല്ലില്ലാത്തത് കൊണ്ടല്ലേ മാപ്പിളമാരെ, അല്ലേ? ഇനി ഒരു പ്രേക്ഷകയുടെ പ്രതികരണത്തിലേക്ക്. ഈ ഷൈനിയുടെ കുട്ടികളുടെയും കാര്യം കേട്ടപ്പോ എനിക്ക് അതൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പൊ സമൂഹത്തിൽ ഇങ്ങനെയും ആളുകൾ ഉണ്ടെന്ന് ഒരുപാട് അറിയാണ്ട് പോയിട്ട് ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാണ്. കാത്തലിക് സഭയിൽ നിന്ന് കല്യാണം കഴിച്ചു വന്നതാണ്. ഈ ഷൈനിയുടെ കാര്യം ഞാൻ ആലോചിച്ചപ്പോ, ഷൈനിയൊക്കെ നമുക്ക് കോണ്ടാക്ട് ഇല്ല, ഒരു കോട്ടയത്തൊക്കെ നമുക്കിത് അറിയാതെ പെട്ടുപോവുകയാണ്. ഞാനൊരാള് നമ്മുടെ വീട്ടിലൊന്ന് ഒരു ബന്ധു അല്ലെങ്കിൽ ഒരാള് വരാൻ പോലും ഇല്ലാതെ ഒറ്റപ്പെട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ എന്നെ പോലെയൊക്കെ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഒരു കൂട്ട്. അപ്പൊ ഞാൻ ഈ ഷൈനിയുടെ കാര്യം ഇങ്ങനെ ആലോചിച്ചപ്പോ ഇതുപോലുള്ള ആളുകളൊക്കെ ഉണ്ട് സാർ. അപ്പൊ സാറിന്റെ ഇപ്പൊ ഈ അമേരിക്കന്ന് വിളിച്ചില്ലേ, ആ പുള്ളിക്കാരൻ പറഞ്ഞ ആ ആശയം സാർ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം. അതിനുള്ള വഴികൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്നെ പോലത്തെ തന്നെ എനിക്ക് രാത്രി പുറത്തിറങ്ങാൻ ഒരു കൂട്ടില്ല. താമസിക്കുമ്പോ അവിടെ ചുറ്റും എന്നുള്ള പ്രശ്നം. നിങ്ങൾക്ക് ബന്ധുക്കളില്ലേ, ആരും വരൂലേ. അപ്പൊ ഞങ്ങൾ പിന്നെ അത് വിൽക്കേണ്ടി വന്നു. എന്നിട്ട് റെന്റിന് വന്ന് താമസിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പല ഇതിൽപ്പെട്ടിട്ട് ആരെങ്കിലും ഇതുപോലെയൊക്കെ ഞാൻ പലപ്പോഴും ഇരുന്ന് ആലോചിക്കും, ഇതുപോലെയുള്ള എത്രയോ ആൾക്കാർ ഒരു ആശ്രയില്ലാണ്ടൊക്കെ നിൽക്കണ്ടാവും ആരെങ്കിലും. പക്ഷെ നമുക്ക് അതിങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിർത്താറുന്നു, അവർക്കും ഒരു ആശ്വാസമായനെ നമ്മുടെ കൂടെ. അപ്പൊ ഈ ഷൈനിയുടെ അവസ്ഥ കണ്ടപ്പോ ഞാൻ ആലോചിക്കുകയാണ്, അവർക്ക് ഞാനുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ പറ്റുമെങ്കിൽ ആ കുട്ടികളെ ഞാൻ നിർത്തിയാണ് ഇവിടെ. അവര് ജോലിക്ക് പോവുക, അന്വേഷിക്കുക. വലിയ സാമ്പത്തികമായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂലെങ്കിലും അവരെ നമുക്കൊരു ഷെൽട്ടർ കൊടുത്ത് നമ്മുടെ കൂടെ ഒക്കെ നിർത്താൻ പറ്റിയത്. അപ്പൊ സാറ് ഇതിപ്പോ ഞാൻ വിളിക്കണേന്ന് പറഞ്ഞാൽ, സാറ് ഇത് വീഡിയോയിൽ കുറച്ച് ദിവസത്തെ ഇത് കഴിഞ്ഞിട്ട് ഇത് വിട്ട് കളയരുത്. ഇതുമായിട്ട് മുമ്പോട്ട് പോകണമെന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് ഇങ്ങനെ ഇപ്പൊ എന്റെ ഒരു അവസ്ഥയാണ് ഞാനീ പറഞ്ഞത്. ഇതിപ്പോ ഞാൻ കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ രാത്രി ഇപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ 5 മണി 6 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങൂല. ഇപ്പൊ ഒരു പള്ളിയില് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാതിരാ കുർബാനായിട്ട് എന്റെ ഹസ്ബൻഡ് പുറത്താണ് ഉള്ളപ്പോ മാത്രമേ പള്ളിയിലൊക്കെ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ രാവിലെ പോകും. പിന്നെ മറ്റുള്ളവര് നമ്മളിങ്ങനെ ഇവർക്കാരുമില്ലേ എന്നുള്ള ചില ചോദ്യങ്ങൾ പല ഭാഗം, അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ സാറ് ദയവ് ചെയ്ത് ഇതുമായിട്ട് മുന്നോട്ട് പോകണം. അത് പറയാൻ വേണ്ടിയിട്ടാ ഞാൻ വിളിച്ചത്. ഞാൻ ഒരു സെക്കൻഡ് മാരേജ് ചെയ്ത് വന്നേക്കുന്ന ആളാണ്. എന്റെ 44-ാമത്തെ വയസ്സിലാണ് ഞാൻ ഈശോനെ അറിഞ്ഞ് അതും ഒരു കാരണമായിരുന്നു. എന്റെ ഡിവോഴ്സായിട്ട് ബന്ധപ്പെട്ടു. എന്റെ മാരേജിന് ശേഷം 22 വർഷം കഴിഞ്ഞ് ഞാൻ ഡിവോഴ്സായിട്ട് ഞാൻ ഒറ്റയ്ക്ക് തീരുമാനം എടുത്ത് ധൈര്യപൂർവ്വം ഇറങ്ങണം, ഒരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട്. അങ്ങനെ ഞാൻ മാട്രിമോണിയൽ വഴിയാണ് ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന എന്റെ ഹസ്ബൻഡുമായിട്ട് ഞാൻ താമസിക്കുന്നത്. അപ്പൊ ഞാൻ അന്നൊരു തീരുമാനം എടുത്തു, ഞാൻ ഇനി എനിക്കൊരു ലൈഫ് ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനൊരു എന്റെ കർത്താവിന് വേണ്ടി ജീവിക്കും. കർത്താവിനെ അറിഞ്ഞൊരു സമയം കൂടെ ആയപ്പോണ്ട് അതിനെ ബലപ്പെടുത്തി ഞാൻ അങ്ങനെ വന്ന ആളാണ്. അപ്പൊ ഇപ്പൊ എന്റെ പ്രശ്നം വെച്ചാൽ ഞങ്ങൾക്ക് കുട്ടികളില്ല. ഞങ്ങളുടെ ഏജ് എത്രയായി, അതിന്റെ പ്രോബ്ലം ഇതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട്. അഡോപ്ഷന് വേണ്ടി ശ്രമിച്ചു, അവിടെയൊന്നും ഒരു രക്ഷയില്ല. ഞങ്ങളുടെ സീനിയോറിറ്റി, ഞങ്ങളുടെ ഏജ് ഇത്രയായി പോയത് കൊണ്ട് ഒത്തിരി ബാക്കിലാണ് ഞങ്ങളെ കിടക്കുന്നത്. പിന്നെ ഫോസ്റ്റർ കെയർ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഉള്ള ഈ അപേക്ഷ കൊടുക്കാനും ഈ ഒത്തിരി നടന്നു സാറ്. അപ്പൊ ഞാൻ ആലോചിക്കും, എത്രയോ കുട്ടികൾ അനാഥരായിട്ട് അവിടെ ഇവിടെ എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് കിട്ടാനോ ഒന്നും പറ്റണില്ല. ഈ ഒറ്റപ്പെട്ട പോലെ ജീവിക്കുകയാണ്. പക്ഷെ അതൊരു പരാതിയായിട്ടല്ല കേട്ടോ ഞാൻ പറയണത്. ഇതുപോലെ എനിക്ക് എനിക്ക് ഉറക്കം കിട്ടാതെ ഈ ഷൈനിയുടെ സംഭവം കേട്ടപ്പോ വേറെ ദൈവമേ, ഞാനിവിടെ ഒറ്റയ്ക്ക് ഒരു മനുഷ്യജീവി പോലും ഇല്ലാണ്ട് ജീവിക്കണം. കയ്യിൽ പൈസ വെച്ചിട്ട് സാറ് ഒരു സ്വന്തം വീട് വാങ്ങിച്ച് താമസിക്കാൻ പേടി.
എന്റെ ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്ത് ഞാൻ എങ്ങനെ നിൽക്കും എന്നാലോചിച്ചിട്ട് വിഷമിച്ചിട്ട് വാടകയ്ക്ക് ഒരു ഫ്ലാറ്റ് എടുത്തിട്ടാണ് നിൽക്കുന്നത്. സാറ് ഇതുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇപ്പൊ ഒത്തിരി ആളുകൾ പല പല സാഹചര്യത്തിലുണ്ടാവും. അപ്പൊ ഇതുപോലുള്ളവർക്ക് കണക്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാലേ ഇതുപോലുള്ള സൂയിസൈഡൊക്കെ ഒത്തിരി കുറക്കാൻ പറ്റും. നമ്മൾ ഈ പറഞ്ഞ റിക്വയർമെന്റ് അനുസരിച്ച്, അതായത് കുഞ്ഞുങ്ങളെയോ അല്ലെ കുട്ടികളുമായിട്ട് ആരെങ്കിലും ഒരു അമ്മയോ ഒരു കുഞ്ഞോ അങ്ങനെ വല്ലതും നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് സഹായിക്കാൻ പറ്റുമോ? സഹായിക്കാൻ എന്ന് പറഞ്ഞാൽ സാർ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു അമ്മയോ ഒരു കുഞ്ഞുമായിട്ട് വരികയാണെങ്കിൽ ഇപ്പൊ ഷൈനിയുടെ അവസ്ഥ പോലെ അവർക്ക് ജോലി ചെയ്ത് ഒരു ഷെൽട്ടറാണ് ഇല്ലാത്തത്. അങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ നിന്നിട്ട് അവർക്ക് ജോലി കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ, എനിക്ക് ജോലിയില്ലാത്ത ആളായതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് അവരെ ഏറ്റെടുക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങളുടെ കൂടെ താമസിക്കാൻ പറ്റും, അത് ഞാൻ ഉറപ്പ് തരാൻ പറ്റും. ഞങ്ങൾ എവിടെയാണോ ഇപ്പൊ ഈ ഷൈനി തന്നെ ഒരു ഷെൽട്ടർ അന്വേഷിച്ചല്ലേ സാർ നടന്നത്. അവൾക്കൊന്ന് സമാധാനമായിട്ട് ഉറങ്ങാനും ആ കുട്ടികളൊന്ന് വിശ്വസിച്ചേൽപ്പിക്കാനും അതുപോലെയുള്ള മനസ്ഥിതിയുള്ള ഒത്തിരി ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു ആ ഷൈനി എന്നെ പരിചയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആ കുട്ടികളോട് കൊണ്ട് നിർത്തിയാണ് അവർ ജോലിക്ക് പോകാൻ ഒക്കെ ചെയ്യുമെന്നുള്ളത്. ഇങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഞാനും ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് ഇതിനൊരു സൊല്യൂഷനായിട്ട്. അവസാന ഘട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നിപ്പോ ഈ സുനിൽ സാറ് ഈ ഒരു സജഷൻ പറഞ്ഞപ്പോ ഞാൻ പലപ്പോഴും മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. ഞാൻ ഈ അഡോപ്ഷന്റെ പുറകെ ഫോസ്റ്റർ കെയർ പദ്ധതി എന്നൊക്കെ പറഞ്ഞ് ഇവിടെയൊക്കെ ഒത്തിരിയൊക്കെ ഉണ്ട്, വെറുതെയാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ഞാൻ ഒറ്റയ്ക്കാണ് മിക്കവാറും സമയങ്ങളിൽ ഇതിനൊക്കെ പുറകെ പോണത്. അവിടെയും ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഞാൻ കാണാറുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. നമ്മളെല്ലായിടത്തും തഴയപ്പെട്ട് ഇങ്ങോട്ട് പോരും, ഒന്നും നടക്കാതെ. നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് ഒരു വല്ലാത്ത ലൈഫാണത്. പിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ദൈവത്തിനോട് കൂടുതൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി എനിക്ക് തോന്നും ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. കർത്താവിന്റെ പുറകെ വരുമ്പോ കുരിശെടുക്കാതെ നമുക്ക് പറ്റില്ല. അപ്പൊ അത് സന്തോഷത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകണമെന്ന് ചോദിച്ചിട്ട് നല്ല മനോധൈര്യത്തോടു കൂടി പോണ ആളാണെങ്കിലും ചില സമയം നമ്മൾ മനുഷ്യരല്ലേ, ചില സമയത്തൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഒറ്റപ്പെട്ട പോലെ. ഇങ്ങനെയുള്ള ആളുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു സംവിധാനം വന്നാൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പൊ അതില് ഇങ്ങനെ കുറെ ആളുകൾ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു ആവശ്യം വരുമ്പോ നമുക്ക് തൽക്കാലം അവരെ ഒന്ന് ആ ഒരു സമയത്തൊന്ന് മാറ്റാനോ അവർക്കൊരു ആശ്വാസം നമുക്ക് ചിലപ്പോൾ ഒരു വാക്കുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ അവരെ നിർത്തിയിട്ടായിരിക്കും. അവരെ കുട്ടികളെ ഒന്ന് നിർത്താൻ ഒരു സ്ഥലം. എനിക്ക് അതാണ് സങ്കടം വന്നത് ഷൈനിയുടെ. എനിക്ക് ആ കോളൊക്കെ കേട്ടിട്ട് വലിയ വിഷമമായി പോയി. ഓക്കെ സാർ, അപ്പൊ സാർ ഇതുമായിട്ട് മുന്നോട്ട് പോകണം, അതാണ് എനിക്ക് പറയാനുള്ളത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.